അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ ആയിട്ടുള്ള മൂന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്രനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കഴിഞ്ഞ പാർട്ടിൽ, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താ ടേം കണ്ടുപിടിക്കുന്നതും കോമൺ ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിക്കുന്നതും ഒക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രൈക് ഫോം ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം പാഠത്തിലോട്ട് കടക്കാം. ആദ്യം നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു സീക്വൻസ് 2, 4, 6, 8 അല്ലേ. ഈ ഒരു സീക്വൻസ് നമുക്കറിയാം ഇതെന്താണ്, ഈവൻ നമ്പേഴ്സ് ആണെന്നറിയാം. ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്, ഫസ്റ്റ് ടേം 2 ആണ് അല്ലേ. സെക്കൻഡ് ടേം 4, തേർഡ് ടേം 6, ഫോർത്ത് ടേം 8 അങ്ങനെയാണ് പോണത് അല്ലേ. പക്ഷെ നമ്മൾ മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ എങ്ങനെയാണ് എഴുതണത്, അതായത് പൊസിഷൻ നമ്പർ യൂസ് ചെയ്തിട്ടാണ് എഴുതണത്. അതായത് പൊസിഷൻ 1 2 ആണ്, പൊസിഷൻ 2 4, പൊസിഷൻ 3 6, പൊസിഷൻ 4 8 അല്ലെ. അങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണിത്. അപ്പൊ നമ്മളിവിടെ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണ്, എല്ലാ ടേമും എന്താണ് പൊസിഷൻ ഇൻറ്റു 2 ആണ് അല്ലെ. ഓരോ ടേമും എന്താണ് ഈ പൊസിഷൻ ഇൻറ്റു 2 ആണ്. അതായത് 1, ഇതിന്റെ ഫസ്റ്റ് പൊസിഷൻ എന്താണ് 1 ആണ്, 1 ഇൻറ്റു 2 ആണ്. ഇതിന്റെ സെക്കൻഡ് പൊസിഷൻ ആണ്, അതായത് ഇത് 2 ഇൻറ്റു 2 ആണ്. ഇത് തേർഡ് പൊസിഷൻ ആണ്, അപ്പൊ 3 ഇൻറ്റു 2. ഇത് ഫോർത്ത് പൊസിഷൻ ആണ്, അതായത് 4 ഇൻറ്റു 2 ആണ് അല്ലെ. അപ്പൊ പൊസിഷൻ ഇൻറ്റു 2 ആണ് എന്ത്, ഓരോ ടേമും. ഓക്കെ, അപ്പൊ നമുക്ക് nth പൊസിഷൻ നോക്കാം. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണ്. അങ്ങനെ പോയി പോയി അവസാനം n നമുക്ക് അറിഞ്ഞൂടെ, ഏതോ ഒരു നമ്പർ nth പൊസിഷൻ. nth പൊസിഷൻ്റെ എന്തായിരിക്കും അപ്പോൾ n ഇൻറ്റു 2 ആയിരിക്കും അല്ലേ. അതായത് 2n ആയിരിക്കും. n ഇൻറ്റു 2 എന്ന് പറഞ്ഞാലും 2 ഇൻറ്റു n എന്ന് പറഞ്ഞാലും ഒരുപോലെയാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, nth ടേമിന്റെ പൊസിഷൻ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ n എന്ന് പറഞ്ഞതിൽ എന്താണ്, നമ്പർ ആണ്, പൊസിഷൻസിന്റെ നമ്പർ ആണ്. ഓക്കെ, അപ്പൊ ഇതില് ഓൾജിബ്രൈക് ഫോം എന്താണ്, ഈ സീരീസിൻ്റെത് 2n. ഇനി നമുക്ക് ഓഡ് നമ്പേഴ്സ് നോക്കാം. അപ്പോൾ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എങ്ങനെയാണ്, 1, 3, 5, 7 അങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആണ്. അപ്പൊ ഇതിൽ നമുക്കറിയാം ഇതിന്റെ പൊസിഷൻ 1 എന്താണ്, 1, പൊസിഷൻ 2 3, പൊസിഷൻ 3 5, പൊസിഷൻ 4 7. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സീരീസ് ആണിത്. അപ്പോൾ ഇതിന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവിടെ എന്താണ് കിട്ടിയേക്കുന്നത്, അതായത് പൊസിഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുന്ന ഒരു സീരീസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പൊസിഷൻ എത്രയാണ്, ഫസ്റ്റ് പൊസിഷൻ 1 ആണ്. 1 ഇൻറ്റു 2 മൈനസ് 1 ചെയ്യുമ്പോൾ 1 ഇൻറ്റു 2 2, 2 മൈനസ് 1 1. ഓക്കെ, നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി. ഇനി അടുത്ത പൊസിഷൻ എന്താണ്, 2 ആണ്. 2 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 4. ഇനി അതിനെ മൈനസ് 1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3. ഓക്കെ, ഇനി അടുത്ത പൊസിഷൻ 3 ആണ്. 3നെ 2 വെച്ചിട്ട് ഇൻറ്റു ചെയ്യുക, ഈക്വൽ ടു 6 മൈനസ് 1 ഈക്വൽ ടു 5. ഇനി അടുത്ത പൊസിഷൻ 4 ആണ്. 4 ഇൻറ്റു 2 ഈക്വൽ ടു 8 മൈനസ് 1 ഈക്വൽ ടു 7 കിട്ടി. ഓക്കെ, ഇനി അടുത്തത് nth ടേം ആണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, പൊസിഷൻസ് ആണ് അല്ലേ. 1 2 3 4 എന്നുള്ളത് എന്താണ്,
പൊസിഷൻസ് ആണ്. ഇനി നമുക്ക് nth ടേമിൻ്റെ അൾജിബ്രായിക് ഫോം കണ്ടുനോക്കാം. അപ്പോൾ എന്താണ് n ഇൻറ്റു 2 മൈനസ് 1 ആണ് nth ടേമിൻ്റെ ഫോം. അപ്പോൾ n ഇൻറ്റു 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2n മൈനസ് 1. അപ്പോൾ 2n മൈനസ് 1 ആണ് ഈ ഓഡ് നമ്പേഴ്സിൻ്റെ ആൾജിബ്രായിക് ഫോം. അപ്പോൾ സിമ്പിൾ അല്ലേ ഇത്? അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആൾജിബ്രായിക് ഫോം എന്നാൽ എന്താണ്? സീക്വൻസിൽ ഓരോ പൊസിഷനും കറസ്പോണ്ടിങ് ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾജിബ്രായിക് ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം യൂഷ്വലി പൊസിഷനെ n എന്ന് ഡിനോട്ട് ചെയ്യും, ടേമിനെ xn എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ xn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ xn എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ xn എന്താണ്? നമ്മൾ നേരത്തെ ഈവൻ നമ്പേഴ്സിൽ ചെയ്ത xn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2n ആണ്. നേരത്തെ ഇപ്പോൾ നമ്മൾ ഓഡ് നമ്പേഴ്സിൽ ചെയ്ത ആൾജിബ്രായിക് ഫോം ഓഫ് xn എന്താണ്? 2n മൈനസ് 1 ആണ്. ഓക്കെ. അപ്പോൾ ഈ സീരീസ് നമുക്ക് ഇതുപോലെ തന്നെ ഇതുപോലെ ചെയ്ത് നോക്കാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ആദ്യത്തെ സീക്വൻസ് 2 4 6 8 ആണല്ലോ. അപ്പോൾ ഇതിനിടയിലുള്ള കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കണം. 2ൻ്റെയും 4ൻ്റെയും ഇടയിലുള്ള കോമൺ ഡിഫറൻസ് എത്രയാണ്? അതായത് 4 മൈനസ് 2, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ്. അതായത് കോമൺ ഡിഫറൻസ് ഇവിടെ എന്താണ്? 2 ആണ് അല്ലേ? അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീക്വൻസ് എന്ന് പറഞ്ഞാൽ 2ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി അടുത്തത് നമ്മൾ ഈ സീരീസ് നോക്കുകയാണെങ്കിൽ ഇതിനിടയിലുള്ള കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 മൈനസ് 1 എത്രയാണ്? 2 ആണ് അല്ലേ? അപ്പോൾ ഇതും എന്താണ്? 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അതായത് 2n ആണ്. 2ൻ്റെ മൾട്ടിപ്പിൾസ് 2n. ഇനി 1 2s 2 എത്രയാണ്? 2 ആണെന്ന് നമുക്കറിയാം അല്ലേ? പക്ഷെ അവിടെ കിടക്കുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ 2 ഒന്ന് കുറവാണ് അല്ലേ? 1ൽ നിന്ന് 2ലോട്ട് പോകാൻ 1 കുറവാണ്. അപ്പോൾ സീക്വൻസ് എന്ന് പറഞ്ഞാൽ 2n മൈനസ് 1. ഇനി അടുത്ത സെക്കൻഡ് ടേം നോക്കണമെങ്കിൽ 2ൻ്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ സെക്കൻഡ് ടേം 2 2s 4 ആണ് വരേണ്ടത്. പക്ഷെ അവിടെ കിടക്കുന്നത് എത്രയാണ്? 3 ആണ്. കുറവുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ തേർഡ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2 3s 6 ആണ്. പക്ഷെ ഇവിടെ എത്രയാണ് കിടക്കുന്നത്? 5 ആണ്. അപ്പോൾ 1 കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ആൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞാൽ 2n മൈനസ് 1 വരും. ഇനി അടുത്തത് നമുക്ക് അടുത്ത ടെക്സ്റ്റ് ബുക്കിലുള്ള അടുത്ത എക്സാമ്പിൾ നോക്കാം. 12 23 34 എക്സെട്ര ഇങ്ങനെ പോകുന്ന സീക്വൻസ്. അപ്പോൾ നമ്മൾ പഠിച്ചത് അനുസരിച്ച് സിമ്പിൾ ഫോമിൽ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും. അപ്പോൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 23 മൈനസ് 12 എത്രയാണ്? 11. അപ്പോൾ 11 ആണ് കോമൺ ഡിഫറൻസ്. അതായത് ഈ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് 11n ആയിരിക്കും. 11 ഇൻറ്റു n. ഇനി 1 11s എത്രയാണ്? 11 ആണ്. പക്ഷെ ഇവിടെ കിടക്കുന്നത് എത്രയാണ്? 12 ആണ് അല്ലേ? 11നേക്കാളും എത്ര കൂടുതലുണ്ട്? 12 എന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടുതലുണ്ട്. അപ്പോൾ +1. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എന്തായിരുന്നു? കുറവായിരുന്നു അല്ലേ? ഒരെണ്ണം കുറവായിരുന്നു. ഇപ്പോഴെന്താണ് കാണുന്നത്? 11നേക്കാളും ഒരെണ്ണം കൂടുതലുള്ള. നേരത്തെ ചെയ്തതുപോലെ ചെയ്യാൻ സിമ്പിളായിട്ട് നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി എന്നിന് നമ്മൾ ഓരോ പൊസിഷനിൽ വാല്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അടുത്ത നമ്പർ കിട്ടും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ n is equal to എത്രയാണ്? 2 ഇട്ട് നോക്കാം. 2 ഇട്ട് നോക്കുമ്പോൾ 23 കിട്ടുമോ നോക്കാം. അപ്പോൾ 11 ഇൻറ്റു 2 പ്ലസ് 1, 11 ഇൻറ്റു 2 22 പ്ലസ് 1 ഈക്വൽ ടു 23. സെക്കൻഡ് നമ്പർ കിട്ടി, 23 കിട്ടി. ഇനി അടുത്തത് നമുക്ക് എന്നിന് 3 ഇട്ട് നോക്കാം. നമുക്ക് 34 കിട്ടുമോ നോക്കാം. അപ്പോൾ 11 ഇൻറ്റു 3 പ്ലസ് 1, 11 ഇൻറ്റു 3 33 പ്ലസ് 1 ഈക്വൽ ടു 34. അപ്പോൾ അതെന്ത്? തേർഡ് ടേം കറക്റ്റാണ്. നമ്മൾ വെരിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? നമ്മൾ കണ്ടുപിടിച്ച ആൾജിബ്രായിക് ഫോം കറക്റ്റാണെന്ന് നമുക്ക് പറയാം.
ഇനി അടുത്തത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള വേറൊരു എക്സാമ്പിളാണ് ചെയ്യാൻ പോകുന്നത്. വൺ ബൈ ഫോർ, 3/4, 5/4, 7/4 അങ്ങനെ പോകുന്ന ഒരു സീക്വൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കാം. 3/4 മൈനസ് 1/4 എത്രയാണ്? 2/4. ഡിനോമിനേറ്റർ സെയിം ആയ കാരണം നമുക്ക് വേറെ ഒന്നും കുഴപ്പമില്ല. ന്യൂമറേറ്റർ മാത്രം മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 2/4 കിട്ടി. ഇനി നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുമ്പോഴെങ്ങനെയാണ്? xn ഇസ് ഈക്വൽ ടു എന്താണ്? 2/4 ഇൻറ്റു n, കോമൺ ഡിഫറൻസ് ഇൻറ്റു n. ഇനി 2/4 2/4നോട് എന്നേക്കാളും എത്ര കുറവാണ് 1/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. 2/4 1/4 കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? 2/4നോട് 1/4 മൈനസ് ചെയ്യണം അല്ലേ? അപ്പോൾ എത്ര കുറവാണ്? 1/4 കുറവാണ് അല്ലേ? 1/4 1/4 കിട്ടാനായിട്ട് 1/4 മൈനസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ഒരുമിച്ച് എഴുതാൻ 2n മൈനസ് 1/4 എന്ന് വരും. അപ്പോൾ ഇതാണ് ഈ ടേമിൻ്റെ ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രായിക് ഫോം. ഇനി നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. എന്നിന് 2 എന്നിട്ട് നോക്കാം. സെയിം ആൻസർ 3/4 കിട്ടുമോ നോക്കാം. 2 ഇൻറ്റു 2 മൈനസ് 1/4. 2 2s are 4 മൈനസ് 1/4. 4 മൈനസ് 1 3/4 കിട്ടും. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടി. ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓൾജിബ്രായിക് ബാക്കിയുള്ള വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു എല്ലാ അരിത്തമാറ്റിക് സീക്വൻസിനും എന്താണ്? ഒരു കോമൺ ആയിട്ടൊരു ഓൾജിബ്രായിക് ഫോം ഉണ്ട്. അതായത് ഇപ്പോൾ സപ്പോസ് ഫസ്റ്റ് ടേം എഫ് ആണെന്ന് വിചാരിച്ചോ. കോമൺ ഡിഫറൻസ് ഡി ആണെങ്കിൽ nth ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളിപ്പോൾ ഇത്ര നേരം വരെയും ചെയ്തതിൽ nth ടേം എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ഇൻറ്റു n പ്ലസ് എന്താണ്? ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കണമെങ്കിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഇക്വേഷൻ മൊത്തം എങ്ങനെയാണ്? ഇതുപോലെയാണ്. അപ്പൊ ഇവിടെ ഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ? ഫിക്സഡ് നമ്പർ ആണ്. അതുപോലെ തന്നെ എഫ് മൈനസ് ഡി എന്ന് പറഞ്ഞാലും എന്താണ്? ഒരു ഫിക്സഡ് നമ്പർ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവ എന്ത് ചെയ്യാം? എയും ബിയും എന്ന് റീപ്ലേസ് ചെയ്യാം. ഇതാണ് ഇക്വേഷൻ. ഇങ്ങനെ പഠിച്ചാലും കുഴപ്പമില്ല. എന്നാലും ഒരു ജനറൽ ഫോമില് എന്താ പറയുക? ജനറൽ ഓൾജിബ്രായിക് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ xn ഇസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി എന്ന് പറയും. അതായത് ഇവിടെ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഡി ആണ്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എഫ് മൈനസ് ഡി ആണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? കറക്റ്റ് തന്നെയാണ്. ഇതിന്റെ ഒരു ചെറിയ ഫോമിലാക്കിയെന്നേ ഉള്ളൂ. ഡിക്ക് പകരം എ എന്ന് കൊടുത്തു, എഫ് മൈനസ് ഡിക്ക് പകരം ബി എന്ന് കൊടുത്തു. ഓക്കെ, ചെയ്യുമ്പോഴും നമ്മൾ ഈ ജനറൽ ഫോമിൽ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ മീനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊസിഷൻ നമ്പറിന് എന്താണ്? ഒരു ഫിക്സഡ് നമ്പർ. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഫിക്സഡ് ആണ്. എയും ബിയും എന്താണ്? ഫിക്സഡ് നമ്പേഴ്സ് ആണ്, കോൺസ്റ്റന്റ്സ് ആണ്. അപ്പോൾ എനെ ഒരു ഫിക്സഡ് നമ്പർ വെച്ചിട്ട് എന്നിനെ പൊസിഷനെ ഒരു ഫിക്സഡ് നമ്പർ വെച്ചിട്ട് ഇൻഡ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഒരു ഫിക്സഡ് നമ്പർ വെച്ചിട്ട് പ്ലസ് ചെയ്യുന്നു. അതാണ് ഇതിന്റെ മീനിങ്. അതുകൊണ്ട് അരിത്തമാറ്റിക് സീക്വൻസിനെ ഓൾജിബ്രായിക് ഫോം ഓൾവേസ് എന്തെന്ന് എഴുതും? xn ഇസ് ഈക്വൽ ടു an പ്ലസ് ബി എന്ന് ഷേപ്പിലായിരിക്കും എഴുതുന്നത്.
ഇനി നമുക്ക് ലാസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. സീക്വൻസ് 1/2 1 1 1/2 2 ഇങ്ങനെ പോകുന്ന സീക്വൻസ്. അപ്പൊ ഇതിന് നമുക്കറിയാം കോമൺ ഡിഫറൻസ് എത്രയാണ്, എത്ര വെച്ചിട്ടാണ് കൂടുന്നത്, ഹാഫ് വെച്ചിട്ടാണ് കൂടുന്നത്. ഹാഫ് 1 1.5 2 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് പറയാം കോമൺ ഡിഫറൻസ് എത്രയാണ്, ഹാഫ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് അനുസരിച്ചിട്ട് വെച്ചിട്ട് കോമൺ ഡിഫറൻസ് നമ്മൾ ആദ്യം പറഞ്ഞ റൂൾ വെച്ചിട്ട് ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യും, കോമൺ ഡിഫറൻസ് ഇൻറ്റു എൻ. കോമൺ ഡിഫറൻസ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ഹാഫിന് എന്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്, ഹാഫ് ആവാനായിട്ട് ഒന്നുമില്ല, 0 അല്ലെ. അപ്പൊ 1/2n അതായത് n/2 ആണ് എന്ത്, ഓൾജിബ്രൈക് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മളുടെ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാനാണെങ്കിലോ xn is equal to an plus b. അതായത് a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ്, b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടേം മൈനസ് d. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കറക്റ്റ് n/2 കിട്ടുമോ നോക്കാം. xn is equal to a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കോമൺ ഡിഫറൻസ് ആണ്, അതായത് ഹാഫ് n പ്ലസ് b എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. അപ്പൊ എന്ത് കിട്ടും, n/2 പ്ലസ് 0 എന്ന് കിട്ടും. ഹാഫ് മൈനസ് ഹാഫ് 0 വിച്ച് ഇസ് ഈക്വൽ ടു n/2. ഓക്കെ, അപ്പൊ ഏത് ടേമിൽ ചെയ്താൽ, ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത മെത്തേഡ്, അതായത് കോമൺ ഡിഫറൻസ് ഇൻറ്റു n പ്ലസ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ കോമൺ ഡിഫറൻസ് ആവാൻ വേണ്ടിയിട്ട് എത്ര പ്ലസ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ നോക്കും, പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ എന്നുള്ളത് നോക്കും. ഇപ്പൊ കോമൺ ഡിഫറൻസ് ആവാൻ വേണ്ടിയിട്ട് 0 ആണ് വേണ്ടത്, അപ്പൊ 0 n/2. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മുടെ ജനറൽ ഫോമുല വെച്ചിട്ട് യൂസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, n/2 തന്നെ കിട്ടി. ഇനി നമുക്ക് നമ്മുടെ പേജ് നമ്പർ 63 എക്സസൈസ് പ്രോബ്ലംസ് നോക്കാം. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ algebraic form of the arithmetic sequences given below. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, 1 6 11 16 എക്സെട്ര. നമുക്കിത് രണ്ട് രീതിയിലും ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്തത് കോമൺ ഡിഫറൻസ്, എന്തിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കണം. എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്, എത്രേന്റെ മൾട്ടിപ്പിൾ ആണ്, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. എത്രയാണ്, 6 - 1 5. അപ്പൊ 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ 5n. അപ്പൊ 5 1s are എത്രയാണ്, 5 അല്ലെ. ഇനി എത്ര കുറവുണ്ട് 5 ആവാനായിട്ട്, 4 കുറവുണ്ട്, -4. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്ത ഫോം, അതായത് 5ന്റെ മൾട്ടിപ്പിളിനോട് 4 മൈനസ് ചെയ്യുമ്പോഴുള്ള ഓൾജിബ്രൈക് ഫോം. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്, ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. xn is equal to an plus b. a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ്, b എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ f മൈനസ് d വിച്ച് ഇസ് ഈക്വൽ ടു a എത്രയാണ്, 5, കോമൺ ഡിഫറൻസ് 5. a ഈക്വൽ ടു d ഈക്വൽ ടു എത്രയാണ്, 5. b is equal to എത്രയാണ്, ഫസ്റ്റ് ടേം 1 മൈനസ് കോമൺ ഡിഫറൻസ് 5 ഈക്വൽ ടു വലുതിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ, രണ്ടും വേറെ വേറെ സൈൻ ആണ്. അപ്പൊ 5ന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 4, വലുതിന്റെ സൈൻ എന്ന് പറയുമ്പോൾ -4. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5n പ്ലസ് b എന്ന് പറഞ്ഞാൽ എത്രയാണ്, -4 ഈക്വൽ ടു 5n. ഇവിടെ രണ്ട് സൈൻ ഉണ്ട്, പ്ലസും മൈനസും വരുമ്പോൾ മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, 5n - 4. അപ്പൊ രണ്ടും സെയിം തന്നെ നമുക്ക് കിട്ടി, ഓൾജിബ്രൈക് ഫോം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, പക്ഷെ ഇതാണ് ജനറൽ ഫോം. നമ്മൾ ഇതുപോലെ ഇതിൽ വെച്ചിട്ട് ചെയ്യാനായിട്ട് പഠിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2 7 12 17 എക്സെട്ര. അപ്പൊ xn is equal to an plus b. a is equal to കോമൺ ഡിഫറൻസ് എത്രയാണ്, 7 - 2 5. ഓക്കെ, b is equal to
എഫ് മൈനസ് ഡി. ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം 2 മൈനസ് കോമൺ ഡിഫറൻസ് 5. എത്രയാണ്? വലുതിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലുതിന്റെ സൈൻ. വലുതിന്ന് ചെറുത് മൈനസ് ചെയ്യുമ്പോൾ 3, വലുതിന്റെ സൈൻ -3. ഇത് രണ്ടും കിട്ടി. ഇനി നമുക്ക് ജനറൽ ഫോർമുല എഴുതാം. xn is equal to an plus b. xn is equal to a എത്രയാണ്? 5. 5n പ്ലസ് ബി എത്രയാണ്? -3. രണ്ട് സൈൻ വന്നു. അപ്പോൾ 5n പ്ലസ് മൈനസ് മൈനസ് 5n -3 വരും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തനിയെ ചെയ്ത് നോക്കുക. ആൻസർ ശരിയാണോ എന്ന് മാത്രം വീഡിയോ നോക്കി കറക്റ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ. 19, 28, 37. അപ്പോൾ എഴുതാ xn is equal to an plus b. a is equal to common difference is equal to 28 minus 19, which is equal to 9. b equal to f minus d. First term 19 minus 9 equal to 10. Answer xn is equal to 9n plus 10. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 1, 1.5, 2, 2.5. xn is equal to an plus b. a equal to d equal to 1.5 minus 1. എത്രയാണ്? 1.5 1 പോയിട്ടുണ്ടെങ്കിൽ ബാക്കി ഹാഫ്. b equal to ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. 1 അര പോയാൽ ബാക്കി എത്രയാണ്? ഹാഫ് തന്നെ. അപ്പോൾ ഫോർമുല ഈക്വൽ ടു xn is equal to a എത്രയാണ്? 1/2 n പ്ലസ് b എത്രയാണ്? 1/2. അതായത് n/2 പ്ലസ് 1/2. അതായത് രണ്ടിലും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ നമുക്ക് പൊതുവായിട്ട് എടുക്കാം n പ്ലസ് 1/2. ഇനി അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ. 1/6, 1/3, 1/2 എക്സെട്ര. അഗെയിൻ ഇക്വേഷൻ എഴുതുക. an പ്ലസ് ബി. a ഈക്വൽ ടു എത്രയാണ്? കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 1/3 മൈനസ് 1/6. കോമൺ ഡിഫറൻസ് അറിയാലോ, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഓക്കെ, ഇവിടെ എന്താണ്? LCM കാണാം. രണ്ടിലും LCM എത്രയാണ്? 6 ആണ് LCM. LCM കാണാൻ അറിയാലോ. 3ഉം 6ഉം ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 3ൽ എത്ര ടൈം? 1 ടൈം. ഇതിൽ 2 ടൈം അല്ലേ? ബാക്കി 2, 1, 1. അപ്പോൾ LCM എത്രയാണ്? 3 × 2 6. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ രണ്ട് ഡിനോമിനേറ്ററിനെയും LCM ആക്കണം. അപ്പോൾ ഇവിടെ ഓൾറെഡി 6 ആണ്, ഇവിടെ മാത്രം ആക്കിയാൽ മതി. അപ്പോൾ 1/3. 6 ആവാനായിട്ട് എന്ത് ഇൻറ്റു ചെയ്യണം? 2 ഇൻറ്റു ചെയ്യണം. അടിയിൽ 2 ഇൻറ്റു ചെയ്താൽ മുകളിലും 2 ഇൻറ്റു ചെയ്യണം. മൈനസ് 1/6. ഇത് അതുപോലെ തന്നെ എഴുതാം, ഒരു കുഴപ്പമില്ല. ഇത് ചെയ്യുമ്പോൾ 1/2, 1 × 2, 2/6 കിട്ടും. ഇവിടെ മൈനസ് ഇവിടെ 1/6. ഇപ്പോൾ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയാൽ നമുക്ക് ഒന്നിച്ചെഴുതാം. 2 - 1/6, അതായത് 1/6. അപ്പോൾ a എത്രയാണ്?
1/6 കിട്ടും. അതായത് കോമൺ ഡിഫറൻസ് 1/6 കിട്ടും. ഇനി നമുക്ക് ബി കണ്ടുപിടിക്കാം. ബി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം എത്രയാണ്? 1/6 മൈനസ് 1/6. രണ്ടും 1/6 ആണ്. കോമൺ ഡിഫറൻസും 1/6 ആണ്, ഫസ്റ്റ് ടേമും 1/6 ആണ്. അപ്പൊ 0. അപ്പൊ ഇക്വേഷൻ എന്താവും? xn ഇസ് ഈക്വൽ ടു എത്രയാണ്? 1/6 n പ്ലസ് 0, അതായത് n/6